നമസ്കാരം. ദ എലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം പാല. കഴിഞ്ഞ തവണ ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കി നിർത്താനും ജയിപ്പിക്കാനും കഴിഞ്ഞപ്പോഴും പാർട്ടിയുടെ നേതാവിന് പരാജയപ്പെടേണ്ടി വന്ന മണ്ഡലം. ഇത്തവണ കടുത്ത പോരാട്ടമാണ് ജോസ് കെ മാണിക്ക് പാലയിൽ നേരിടേണ്ടി വരുന്നത്. മാണി സി കാപ്പൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ 2 തവണ MLA ആയ മാണി സി കാപ്പൻ, മറുഭാഗത്ത് ജോസ് കെ മാണി, ഒപ്പം ഷോൺ ജോർജ് കൂടി എത്തുന്നു. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് BJP സ്ഥാനാർത്ഥിയായി കൂടി എത്തുമ്പോൾ കേരളത്തിലെ ആകാംക്ഷ ഉള്ള, ഏറ്റവും കൂടുതൽ ഫലമറിയാൻ ആകാംക്ഷയുള്ള ഒരു മണ്ഡലമായി കൂടി മാറുന്ന പാലയുടെ വിശദമായ ചിത്രം നമ്മൾ പരിശോധിക്കുന്നു. ഒപ്പം നായകരുടെ നാളെ പങ്ക്തിയിൽ ഏതെല്ലാം നായകർക്കാണ് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരം, ഫലം നിർണായകമാകുന്നത്? അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ നിശ്ചയിക്കും? ജയിച്ചാലെന്ത്, തോറ്റാലെന്ത്, മുന്നണി ജയിച്ചാലെന്ത്, മുന്നണി തോറ്റാലെന്ത്, അങ്ങനെ ഓരോന്നും വിശദമായി തന്നെ പരിശോധിക്കുന്നു. ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഒരു ചാനലിന് അഭിമുഖം നൽകുന്നത് ന്യൂസ് 18 ആണ്. ന്യൂസ് 18 തിരുവനന്തപുരം ബ്യൂറോ ചീഫ് BV അരുൺ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം നടത്തി. നിർണായക വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിവാദങ്ങളിൽ, കോൺഗ്രസ് ഉയർത്തിയ, BJP ഉയർത്തിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഇതിന്റെ പൂർണ്ണമായ സംപ്രേഷണം രാത്രി 9:30-നാണ്. അതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും നമുക്ക് ഈ ഇലക്ഷൻ ചാനൽ കാണാം. സ്വാഗതം ഇലക്ഷൻ ചാനലിലേക്ക്. പാലാ നിയോജക മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2 പേർ മാത്രമേ പാലയിൽ MLA-മാരായിട്ടുള്ളൂ. KM മാണിയും അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും. ഈ 2 പേർക്കുമുള്ളൊരു പ്രത്യേകത, കഴിഞ്ഞ 51 വർഷത്തോളം ഇരുന്ന KM മാണിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 തവണ ഒരു ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ഒരു ഫുൾ ടേമിലും ഇരുന്ന മാണി സി കാപ്പനുള്ള പ്രത്യേകത, 2 പേരും 2 മുന്നണിയിൽ നിന്നും മത്സരിച്ച് പാലയിൽ നിന്ന് ജയിച്ചിട്ടുള്ളവരാണ് എന്നതുകൂടിയാണ്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ നോക്കാം കടുത്ത പോരാട്ടം നടക്കുന്ന പാലയുടെ ചരിത്രവും രാഷ്ട്രീയവും സമകാലീന രാഷ്ട്രീയവും. കസേരകളിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞു, പാലയുടെ ചരിത്രമെടുത്താൽ 13 തവണ പാലയിൽ MLA ആയിരുന്നു. 13 തവണ മത്സരിച്ചു ജയിച്ച ആളാണ് KM മാണി. പാലയ്ക്ക് ഒറ്റ വിലാസമേ ഉള്ളൂ, അത് KM മാണി എന്ന വിലാസമാണ്. അതായിരുന്നു കഴിഞ്ഞ ഒരു കുറച്ചു കാലം മുമ്പ് വരെ, 7-8 വർഷം മുമ്പ് വരെ ആ ഒറ്റ വിലാസമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. 1967 മുതൽ 2019 വരെ 13 തവണ തുടർച്ചയായി MLA ആയ ഒരാൾ. കേരള രാഷ്ട്രീയത്തിലും ഈ ദേശീയ രാഷ്ട്രീയത്തിലുമൊക്കെ ഇതൊരു റെക്കോർഡാണ്. ഒരാൾ ഒരേ മണ്ഡലത്തിൽ തന്നെ തുടർച്ചയായി മത്സരിക്കുന്നു, ആ മണ്ഡലത്തിലൊക്കെ വിജയിക്കുന്നു എന്നുള്ളത്. നമുക്ക് KM മാണിയുടെ പെട്ടെന്നൊന്ന് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ചരിത്രമാണ്. 1965-ൽ VT തോമസിനെ പരാജയപ്പെടുത്തുന്നു. NC ജോസഫിനെ 67-ൽ, 70-ൽ MM ജേക്കബുമായി മത്സരിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം മുമ്പ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. അത് 4566 മാത്രമായിരുന്നു. പിന്നീട് NC ജോസഫിനെ മത്സരിക്കുമ്പോൾ അത് 12000 ആകുന്നു. MM ജേക്കബ് രണ്ടാമത് മത്സരിക്കുമ്പോൾ KM മാണിയുടെ ഭൂരിപക്ഷം 10545 ആകുന്നു. J ചാക്കോ മത്സരിക്കുമ്പോൾ അത് 12610 ആകുന്നു. KS സെബാസ്റ്റ്യൻ മത്സരിക്കുമ്പോൾ 10545 ആകുന്നു. ജോർജ് സി കാപ്പൻ മത്സരിക്കുമ്പോൾ 17289 ആകുന്നു. CK ജീവൻ മത്സരിക്കുമ്പോൾ അത് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം CK ജീവനുമായി എതിരാളിയെ വന്നപ്പോഴായിരുന്നു. ഇടതു സ്വതന്ത്രനായി CK ജീവൻ വന്ന 1996-ൽ 23790 വോട്ടിനാണ് KM മാണി വിജയിച്ചത്. അതിനുശേഷം ഉഴവൂർ വിജയൻ NCPയുടെ നേതാവ് വരുമ്പോൾ 22301 വോട്ടാണ്. പിന്നീടാണ് 2006-ൽ മാണി സി കാപ്പൻ വരുന്നത്. അതുമുതലുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട്. മാണി സി കാപ്പൻ 2006-ൽ വരുമ്പോൾ പാലയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 7759 മാറുന്നു. നമുക്ക് ആ കണക്ക് സ്ക്രീനിൽ കണ്ടുമ്പോൾ കൂടുതൽ അത് വ്യക്തമാവും. അതോടൊപ്പം തന്നെ മാണി സി കാപ്പൻ 2011-ലേക്ക് എത്തുമ്പോൾ ആ ഭൂരിപക്ഷം 5259 7000-ൽ നിന്ന് 5000-ലേക്ക് കുറയുന്നു. അതുവരെ 10000-ന് മുകളിൽ നിന്ന് ഭൂരിപക്ഷം. അതിനു മുമ്പ് 2 തെരഞ്ഞെടുപ്പുകളിലും 20,000-ന് മേൽ കടന്ന KM മാണിയുടെ ഭൂരിപക്ഷം. ഈ 2001 ആകുമ്പോഴേക്കും നമ്മൾ ആലോചിക്കണം, KM മാണി എന്ന് പറഞ്ഞാൽ പാലയിലെ ഏകദേശം 2-3 തലമുറ, ചില തലമുറയിലൊക്കെ ആളുകൾ വോട്ട് ചെയ്യാൻ തുടങ്ങി 18-ാം വയസ്സിൽ വോട്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സിലോ 18-ാം വയസ്സിലോ ഒക്കെയാണ് ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ 23-ാമത്തെ വയസ്സ് വരെ ആവാം തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ. അവർക്ക് 70-80 വയസ്സാകുമ്പോഴും അവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KM മാണി തന്നെ മത്സരിക്കുന്നു, KM മാണിക്ക് തന്നെ വോട്ട് ചെയ്യുന്നുള്ള അവസ്ഥയായിരുന്നു. അവിടെയാണ് ഭൂരിപക്ഷം ക്രമാനുഗതമായി കുറച്ചുകൊണ്ട് മാണി സി കാപ്പൻ വന്നത്. മാണി സി കാപ്പൻ അതിൻ്റെ അടുത്ത തവണ 2011-ൽ മത്സരിക്കുമ്പോൾ 5259 കുറച്ചു.
2016 മാണി സി കാപ്പൻ മത്സരിക്കുമ്പോൾ അത് 4703 ഏറ്റവും അവസാന തവണ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു 70 മാത്രമാണ് 4566 ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. 5000 താഴ്ന്ന ഭൂരിപക്ഷത്തിലാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അധികായനായ പാലയുമായി ഇത്രയധികം രാഷ്ട്രീയ ബന്ധമുള്ള KM മാണി അവിടെ വിജയിക്കുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് ഏറ്റവും നിർണായകം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും KM മാണിയെ തളച്ച മാണി സി കാപ്പൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നേതാവ് തുടർച്ചയായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന മണ്ഡലം, ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പരാജയപ്പെടുന്നത് അത്യപൂർവമാണ്. കേരളത്തിലെ മറ്റെവിടെ നോക്കിയാലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അവിടെയെല്ലാം വലിയ ഭൂരിപക്ഷത്തിലാണ്. ആ നേതാവിനുണ്ടായ ഭൂരിപക്ഷത്തിന് എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിന് ഒരു സഹതാപ തരംഗം കൂടി അവിടെ ഉണ്ടാവും. പക്ഷേ അവിടെ അങ്ങനെ ഒരു സഹതാപ തരംഗം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവിടെ പരാജയമാണ് സംഭവിച്ചത്. അവിടെ ആ തവണ വിജയിച്ചത് മാണി സി കാപ്പനാണ്. അങ്ങനെ മാണി സി കാപ്പൻ്റെ വിജയം ആദ്യമായി 2019 മാണി സി കാപ്പൻ്റെ വിജയം അവിടെ ഉണ്ടാകുന്നു. മാണി സി കാപ്പൻ്റെ കിട്ടിയ വോട്ടിൻ്റെ കണക്കുകൾ കൂടി നമുക്ക് ഒന്ന് കാണാൻ. 2019 ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പന് ലഭിക്കുന്നത് 54,137 വോട്ടാണ്. 54,137 വോട്ടിന് മാണി സി കാപ്പൻ വിജയിക്കുന്നു. അപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി 51,197 അതിനകത്ത് കാർഡിൽ അറിയാതെ വിട്ടുപോയതാണ്. എൻ ഹരിക്ക് ലഭിക്കുന്നത് 18,044. NDAയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ട്. നമുക്കിനി അത് അടുത്ത 2021 കണക്കുകൾ കൂടി നോക്കേണ്ടതുണ്ട്. 2021 കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 2021 വീണ്ടും മാണി സി കാപ്പൻ വിജയം ആവർത്തിക്കുന്നു. 2021 പ്രത്യേകത അവിടെ ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത്. KM മാണി സ്വന്തം പിതാവ് അരനൂറ്റാണ്ട് കാലം പ്രതിനിധീകരിച്ച ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു. കേരളമാകെ ഇടതു തരംഗം വീശിയടിക്കുന്നു. ഇടതുമുന്നണി വലിയ മുന്നേറ്റവും വിജയമൊക്കെ ഉണ്ടാക്കുമ്പോൾ പാലയിൽ പക്ഷേ അതിനു മുമ്പ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാണി സി കാപ്പൻ അത്തവണ UDF സ്ഥാനാർത്ഥിയായി. ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മറുകണ്ഠം ചാടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജോസ് കെ മാണി മറുകണ്ഠം ചാടിയപ്പോഴാണ് മാണി സി കാപ്പൻ മറുകണ്ഠം ചാടിയത്. അവിടെ ജോസ് കെ മാണിക്ക് 54,426 വോട്ടേ ലഭിക്കുന്നുള്ളൂ. പ്രമീള ദേവിക്ക് 10,869 വോട്ട്. നേരത്തെ 18,000 കിട്ടിയ NDAയുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് അവിടെ കുറയുന്നു. 15,378 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ മാണി സി കാപ്പൻ കഴിഞ്ഞ തവണ വിജയിക്കുന്നത്. ഇനി നമുക്ക് ലോക്സഭയിലെ ഒരു പ്രകടനം കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. ലോക്സഭയിൽ കോട്ടയം ലോക്സഭയിൽ ഉൾപ്പെടുന്ന പാലയിൽ എങ്ങനെയായിരുന്നു ലോക്സഭയിൽ 2024 പ്രകടനം? അവിടെ തോമസ് ചാഴിക്കാടൻ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള 38,830 വോട്ട് ലഭിക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതിന് മുമ്പിൽ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ 57,295 വോട്ടാണ് ലഭിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 20,000 ഏറ്റവും കൂടുതൽ വോട്ട് അവിടെ ലഭിച്ചത് തുഷാർ വെള്ളാപ്പള്ളിക്കാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ലഭിക്കും 20,500 വോട്ട്. 12,465 ഭൂരിപക്ഷമാണ് പാലാ നിയോജകമണ്ഡലത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളിൽ പാലാ നിയോജകമണ്ഡലത്തിൽ മാത്രം ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചതെന്ന് ഓർക്കണം. ഇനി നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വേഗത്തിൽ ഒന്ന് ഓടിച്ചു നോക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലയിൽ ഒരു മുനിസിപ്പാലിറ്റിയാണുള്ളത്. ഒരു മുനിസിപ്പാലിറ്റിയിൽ ഭരണം UDFനായിരുന്നു. കടനാട് പഞ്ചായത്ത് ഭരണ UDF. ഈ കാണുന്നതെല്ലാം UDF ആണ്. കൊഴുവനാൽ UDF ആണ്. മേലുകാവ് UDF ആണ്. എലിക്കുളം UDF ആണ്. മീനിച്ചിൽ UDF ആണ്. രാമപുരം UDF ആണ്. തലപ്പലം UDF ആണ്. ഇങ്ങനെ UDFനായി അവിടുത്തെ ലഭിക്കുന്ന 8 മണ്ഡലങ്ങൾ UDFന് 8 ഒരു മുനിസിപ്പാലിറ്റി അടക്കം ലഭിക്കുന്ന ബാക്കി 7 ഗ്രാമപഞ്ചായത്തുകൾ ലഭിക്കുമ്പോൾ LDFന് ലഭിക്കുന്നത് 5 ഗ്രാമപഞ്ചായത്തുകളാണ്. മുത്തോലിയും തലനാടും ഭരണങ്ങാനവും കരൂരും മൂന്നിലവുമാണ് LDFന് ലഭിക്കുന്നത്. അവിടെയും UDFന് തന്നെയാണ് വ്യക്തമായ മേൽക്കൈയുള്ളത്. ഇനി അവിടെ മത്സരിക്കുന്ന ഇപ്പോഴത്തെ 3 സ്ഥാനാർത്ഥികൾ 2 തവണ അവിടെ പ്രതിനിധീകരിച്ച മാണി സി കാപ്പൻ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി എതിരാളിയായി വരുന്നു. ഷോൺ ജോർജ്. ഓരോരുത്തരുടെയും സാധ്യതകൾ കൂടി എന്തുകൊണ്ടാണ് ഇത്തവണ ഒരു ത്രികോണ മത്സരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്നതുകൂടി നമുക്ക് നോക്കാം. എന്തായാലും ത്രികോണ മത്സരം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഷോൺ ജോർജ് അവിടെ സ്ഥാനാർത്ഥിയായി എന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത കൊണ്ടാണ്. കാരണം PC ജോർജിൻ്റെ മകനാണ് ഷോൺ ജോർജ്. PC ജോർജിന് ദീർഘകാലം പ്രതികരിച്ച പൂഞ്ഞാറിൻ്റെ ഏകദേശം 5 പഞ്ചായത്തുകളോളം, പഴയ പൂഞ്ഞാറിൻ്റെ 5 പഞ്ചായത്തുകളോളം ഇപ്പോൾ ഈ പാലയുടെ ഭാഗമാണ്. അങ്ങനെ ആ സ്ഥലങ്ങളുമായിട്ടുള്ള ഒരു ദീർഘകാല ബന്ധമുള്ള ആളാണ്. ഷോൺ ജോർജ് പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഭൂരിപക്ഷം പഞ്ചായത്തുകളും വരുന്നത് ഈ പാലയിലാണ്. അങ്ങനെ പാലാ നിയോജക മണ്ഡലമായി ഷോൺ ജോർജിന് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെയുണ്ട്.
അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടായ ഒരു മുന്നേറ്റം, മുൻകാലങ്ങളെക്കാളേറെ BJP ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായത്. പ്രചരണ രംഗത്ത്, പരസ്യമായ പ്രചരണ രംഗം നോക്കിയാൽ അതിൽ ഏറ്റവും മുന്നിൽ എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ബോർഡുകളുടെയും ചുവരെഴുത്തുകളുടെയും പോസ്റ്ററുകളുടെയും ഒക്കെ എണ്ണത്തിൽ അത് BJPക്ക് ആ തരത്തിലേക്ക് പണം ചിലവൊക്കെ ഉള്ളതുണ്ടാവും. അത്രത്തോളം ഇതുണ്ട്. അതോടൊപ്പം തന്നെ വീട് വീടാന്തരമുള്ള അദ്ദേഹത്തിൻ്റെ പ്രചരണമൊക്കെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം നൽകുന്നുണ്ട്. മറ്റൊന്ന് ജോസ് കെ മാണിയുടെ പ്രതീക്ഷയും അതുതന്നെയാണ്. ഷോൺ പിടിക്കുന്ന വോട്ടുകൾ അത് ഇടതുമുന്നണിയുടെ വോട്ടുകളാണ്, അത് മലയോര മേഖലയിലുള്ള വോട്ടുകളാണ്. ആ വോട്ടുകൾ പിടിച്ചാൽ സ്വാഭാവികമായും ഇടതുമുന്നണിയുടെ UDFിൻ്റെ വോട്ടുകളാണ്. ആ വോട്ടുകൾ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും CPMൻ്റെ വോട്ടും കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടും ചേർന്ന് കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. CPMകാർ മുഖ്യമന്ത്രി തന്നെ അവിടെ വന്ന് ജോസ് കെ മാണിയെ പുകഴ്ത്തി, ജോസ് കെ മാണിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് നേരത്തെ മുന്നണി മാറ്റ നീക്കങ്ങളൊക്കെ തുടർന്നുണ്ടായ ചെറിയ എതിർപ്പുകളടക്കം കൊഴിഞ്ഞു പോയി എന്നാണ് ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വിശ്വസിക്കുന്നത്. മാണി സി കാപ്പൻ പക്ഷേ അങ്ങനെയല്ല. മാണി സി കാപ്പൻ പ്രതീക്ഷിക്കുന്നത് ജയിച്ചാൽ താൻ മന്ത്രിയാവുമെന്ന് മാണി സി കാപ്പൻ ഉറപ്പിച്ചു പറയുന്നു. അവിടെ ഒരു UDF ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ, LDF ട്രെൻഡ് വന്ന ഘട്ടത്തിലാണ് താൻ ജയിച്ചത്. 2 തവണയും LDF ട്രെൻഡ് ഉണ്ടായപ്പോൾ താൻ ജയിച്ചു. പിന്നെ UDF ട്രെൻഡ് വന്നാൽ തൻ്റെ ജയത്തെക്കുറിച്ച് ചോദിക്കണമെന്നാണ് മാണി സി കാപ്പൻ്റെ ചോദ്യം. അതോടൊപ്പം തന്നെ ഇലവിഴ പൂഞ്ചിറയിലേക്കും ഇല്ലിക്കൽ കുന്നിലേക്കും ഒക്കെ റോഡ് നിർമ്മിച്ച് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഭൂപടത്തിലേക്ക് ഈ സ്ഥലങ്ങളെയൊക്കെ അടയാളപ്പെടുത്തുകയും ആളുകൾ കൂട്ടത്തോടെ വരാനും ഒക്കെ തുടങ്ങിയത് അദ്ദേഹം വലിയ നേട്ടമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും LDF ട്രെൻഡിനൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. 3 പേരും ഒരേപോലെ വിജയപ്രതീക്ഷയിലാണ് പാലയിൽ. എന്തായാലും പാലയുടെ ചിത്രം നമുക്ക് വിശദമായി തന്നെ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള കേരള രാഷ്ട്രീയത്തിൽ നിന്നുയർന്ന ചോദ്യങ്ങളുടെ ഉത്തരം 2 ആഴ്ച മുമ്പ് മറ്റ് ചാനലുകളിലൂടെ കേരളത്തിലെ ജനങ്ങളൊക്കെ കണ്ടു. എന്നാൽ ഈ 2 ആഴ്ച കൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ, ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലുണ്ടായി. ഇപ്പോൾ എന്താവും പിണറായി വിജയന് പറയാനുള്ളത്? ന്യൂസ് 18 തിരുവനന്തപുരം ബ്യൂറോ ചീഫ് VV അരുൺ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 കാണാം. മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട നിലപാടുകൾ ഇവയാണ്. ഇടതുപക്ഷത്തിനെതിരെ ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടാകില്ല. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോഴും നല്ല സ്വീകാര്യത ഉണ്ട്. പ്രധാനമായും UDF പറഞ്ഞിരുന്ന ഒരു വിഷയം അതുതന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം, ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. കഴിഞ്ഞ തവണ പൂട്ടിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു. നേതാക്കൾ പാർട്ടി വിട്ടതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, നേതാക്കൾ പാർട്ടി വിടുന്നത് അധപ്പതനമാണെന്നും പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് പാർട്ടി പരിശോധിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. LDFന് ഒരു തരത്തിലും ആശങ്കയില്ല എന്നും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിച്ചു വരും എന്നും, LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ്, അപ്പോൾ 100ലേറെ സീറ്റുകളോട് ഈ തവണയും ജയിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹം ചില മറുപടികളും ഒക്കെ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇടതുപക്ഷം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത് തരം നിലപാടാണ്, എന്തും വിളിച്ചു പറയുന്ന ഒരാളായി രാഹുൽ ഗാന്ധി മാറിയോ, അത് നിർഭാഗ്യകരമാണ് എന്നുള്ള നിലപാട് കൂടി പറയുന്നു. മോദി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് ഉണ്ട് എന്ന് ഈ സർവേകളിലുമൊക്കെ വരുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തെ എത്രത്തോളം അത് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അത് പരിശോധിച്ചവരെല്ലാം പറയുന്നത്, നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണുന്നവരും പറയുന്നത് അങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമാണ് ഭരണവിരുദ്ധ വികാരം. പക്ഷേ കേരളത്തിൽ ഈ 10 വർഷം പിന്നിട്ട LDFനെതിരെയുള്ള അത്തരമൊരു വികാരം ഉയർന്നു വന്നിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ബോധപൂർവം ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന പ്രചരണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. സ്വന്തം രാഷ്ട്രീയ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുമ്പോൾ തന്നെ സ്വന്തം പാർട്ടി ജയിക്കുകയും താൻ തോൽക്കുകയും ചെയ്ത നേതാവാണ് ജോസ് കെ മാണി. ജോസ് കെ മാണിയുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തെല്ലാം സാധ്യതകളാണ് തുറന്നിടുന്നത്? ഇത് വിശദമായി പരിശോധിക്കുന്ന നായകരുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് ജോസ് കെ മാണിയുടെ ഭാവി വിശകലനം ചെയ്യും. UDF വിട്ട LDFിൽ ചേരാനുള്ള സാഹസിക തീരുമാനം, അത് ശരിയെന്ന് തെളിയിച്ച നേതാവ്. കോഴമാണി എന്ന് വിളിപ്പിച്ചവരെ കൊണ്ട് KM മാണിക്ക് സ്മാരകം നിർമ്മിക്കാൻ തീരുമാനമെടുപ്പിച്ച മകൻ. ഇങ്ങനെ പല കാരണങ്ങളാൽ വ്യത്യസ്തനായ ജോസ് കെ മാണി എന്ന നേതാവിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഭാവി സാധ്യതകൾ എന്തെല്ലാമാണ്? നായകരുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് ജോസ് കെ മാണി. ധീരനായ ഒരു നേതാവെന്ന വിശേഷണം ജോസ് കെ മാണിക്കില്ല. പക്ഷേ ധീരമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ തൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായക മാറ്റം വരുത്തിയ നേതാവാണ് ജോസ് കെ മാണി.
അത്രമേൽ സാഹസികമായിരുന്നു UDF വിട്ട് LDFിലെത്താനുള്ള ജോസ് കെ മാണിയുടെ തീരുമാനം. പാളിപ്പോയാൽ തൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടയുകയും അതോടൊപ്പം തന്നെ പിതാവ് KM മാണി രൂപീകരിച്ച കേരള കോൺഗ്രസ് M എന്ന രാഷ്ട്രീയ പാർട്ടി തകരാനോ പല കഷ്ണങ്ങളായി പിളരാനോ ഉള്ള സാധ്യതകൾ അത്രമേലായിരുന്നു. എന്നാൽ ഇടതുമുന്നണിയുടെ തുടർജയം വഴി തൻ്റെ രാഷ്ട്രീയ തീരുമാനം ശരിയായിരുന്നുവെന്ന് തെളിയിക്കാനും അതുവഴി കേരളത്തിലെ ഏറ്റവും ശക്തനായ കേരള കോൺഗ്രസ് നേതാവായി മാറാനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒന്നാം നമ്പർ കേരള കോൺഗ്രസ്സായി നിലനിർത്താനും ജോസ് കെ മാണിക്ക് കഴിഞ്ഞു. KM മാണിയെപ്പോലെ രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ കുശാഗ്രബുദ്ധിക്കാരനായ ഒരു നേതാവിൻ്റെ അഭാവത്തിൽ ജോസ് കെ മാണിക്ക് അധികകാലം ഈ പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിൽ നിർത്താനാവില്ല എന്ന തരത്തിലായിരുന്നു ഒരു പൊതുവായി തുടക്കത്തിലൊക്കെ ഉണ്ടായ വിലയിരുത്തലുകൾ. അധികാര തർക്കവും പിളർപ്പും കേരള കോൺഗ്രസ്സുകാരുടെ ജനിതക ഘടനയുടെ തന്നെ ഭാഗമാണ്. അങ്ങനെ ഒരു പാർട്ടിയെ പിളർപ്പില്ലാതെ കേരള കോൺഗ്രസ്സുകളിൽ ഒന്നാം നമ്പർ പാർട്ടിയായി ഇത്ര കാലം നിലനിർത്താനായി എന്നത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ്. പുറമേക്കുള്ള പതിഞ്ഞ പ്രകൃതം പോലെയല്ല KM മാണിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞത തനിക്കും കൈമുതലായി ഉണ്ടെന്നും ജോസ് കെ മാണി കാലങ്ങൾ കൊണ്ട് തെളിയിച്ചു. കോഴമാണി എന്ന് വിളിച്ച പാർട്ടിക്കാരെ കൊണ്ട് തന്നെയാണ് മാണിസാർ എന്ന് വിളിപ്പിക്കുകയും KM മാണിയെ പുകഴ്ത്തി പറയിക്കുകയും അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ പണവും സ്ഥലവും അനുവദിപ്പിക്കുകയും എല്ലാം ചെയ്തത്. അങ്ങനെ ഒരു മകൻ എന്ന നിലയിൽ കൂടിയാണ് ജോസ് കെ മാണിയുടെ പ്രത്യേകത. പിളരാതെ പാർട്ടിയെ നിലനിർത്തുന്നതിലും അധികാരം നിലനിർത്തുന്നതിലും വിജയിച്ചുവെങ്കിലും സ്വന്തം വിജയം ഉറപ്പാക്കുന്നതിൽ ആ മികവ് തെളിയിക്കാൻ ജോസിനായില്ല. പാലയ്ക്ക് ഒരു വിലാസമേ 2019 വരെ ഉണ്ടായിട്ടുള്ളൂ. അത് അരനൂറ്റാണ്ടിലേറെക്കാലം പാലയെ പ്രതിനിധീകരിച്ച KM മാണിയാണ്. പക്ഷേ KM മാണിയെ മാത്രം വിജയിപ്പിച്ച കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടിത്തറയായ പാലയിൽ ജയിക്കാൻ ജോസിനായില്ല. കേരളമാകെ ഇടതു തരംഗം ആഞ്ഞടിക്കുകയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസിലെ മറ്റുള്ളവരൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടും പാർട്ടിയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ കോട്ടയിൽ ജോസ് കാലിടവരും. അവസാന കാലങ്ങളിൽ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞെങ്കിലും കൊടുങ്കാറ്റും പേമാരിയും അടക്കം രാഷ്ട്രീയ കോളിളക്കങ്ങൾ പലത് വന്നിട്ടും മാണിയെയും പാലയെയും വേർപെടുത്താൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഓർക്കണം. പാലയിലെ പരാജയത്തിൻ്റെ ആഴം അത്രത്തോളം വലുതായിരുന്നു. പാലയിൽ ജയിക്കാനായിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് M പ്രതിനിധിയായി ഈ മന്ത്രിസഭയിൽ ആര് വരുമായിരുന്നു എന്ന ചോദ്യം തന്നെ ഉയരുമായിരുന്നില്ല. പകരക്കാരനായി റോഷി അഗസ്റ്റിനെ മന്ത്രിയാക്കിയപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം വെച്ച് ക്രമേണ പാർട്ടി നേതൃത്വം അധികാരമുള്ള റോഷിയിലേക്ക് മാറാൻ അത്ര വലിയ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവിടെയും കാര്യമായ പരിക്കില്ലാതെ പിടിച്ചു നിൽക്കാൻ ജോസിനായി. അടുത്തിടെ UDF പാളയത്തിലേക്കുള്ള മടക്കം മുടങ്ങിയത് റോഷിയാണെന്നത് പരസ്യമായ രഹസ്യമാണെങ്കിലും പാർട്ടിയിൽ തൻ്റെ മേധാവിത്വം അപ്പോഴും ഉറപ്പിച്ചു നിർത്താനും ജോസിന് കഴിഞ്ഞു. ജോസ് കെ മാണിക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വെക്കുന്ന പ്രധാന രാഷ്ട്രീയ ഭാവിയുടെ സാധ്യതകൾ പരിശോധിക്കാം. സാധ്യത 1, LDFും ജോസ് കെ മാണിയും ജയിക്കുന്നു. ഇടതുമുന്നണിക്ക് 3-ാം മുഴുവൻ ലഭിക്കുകയും ജോസ് കെ മാണി പാലയിൽ നിന്ന് ജയിക്കുകയും ചെയ്താൽ വരുന്ന മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകളിൽ ഒന്നിൻ്റെ ചുമതലയുള്ള മന്ത്രിയാവും. ഒപ്പം കേരള രാഷ്ട്രീയത്തിലെയും മധ്യ കേരളത്തിലെയും കേരളമാകെ ക്രൈസ്തവ വിഭാഗത്തിനിടയിലെയും ഏറ്റവും കരുത്തനായ നേതാവായി ജോസ് കെ മാണി മാറും. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇത് സാധ്യമാകണേ എന്നൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതും ഇത്തരം ഒരു രാഷ്ട്രീയ സാധ്യത തുറന്നു കിട്ടണേ എന്ന് തന്നെയാവും. ഇടതുമുന്നണിയുടെ വമ്പൻ ജയത്തിനപ്പുറം കേരള കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ നിർണായകമാകുന്ന ചെറിയ ഭൂരിപക്ഷമാകും പക്ഷേ കൂടുതൽ ജോസ് കെ മാണി ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ ജോസിൻ്റെ കരുത്തും സമ്മർദ്ദശേഷിയും കൂടും. ഇനി സാധ്യത 2, LDFിന് ജയം, ജോസ് കെ മാണിക്ക് പാലയിൽ തോൽവി. LDF വീണ്ടും വിജയിച്ചാൽ പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജയം കൂടിയാവും അത്. പക്ഷേ മന്ത്രിസഭയിലേക്ക് റോഷി അഗസ്റ്റിനെയോ മറ്റൊരു MLA-യോ നിയോഗിക്കേണ്ടി വരും. വീണ്ടും മന്ത്രിമോഹം അടച്ചു വെക്കേണ്ടിയും വരും ജോസ് കെ മാണിക്ക്. റോഷിക്ക് ഒരു തവണ കൂടി അവസരം നൽകിയാൽ പാർട്ടിയിലെ അധികാര കേന്ദ്രം മാറുമോ എന്ന ഭയം സ്വാഭാവികമായും ജോസിനുണ്ടാകും. പക്ഷേ റോഷിയെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരിക എന്നത് ഇപ്പോഴത്തെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്ര എളുപ്പമാവില്ല. അതിന് ജോസിന് കഴിഞ്ഞാൽ പാർട്ടി ലീഡർ എന്ന നിലയിൽ അധികാരം നിലനിർത്തി മുന്നോട്ട് പോകാനായിരിക്കും. പക്ഷേ അപ്പോഴും പിളർപ്പിനുള്ള ഒരു സാധ്യത തള്ളാനാവില്ല. സാധ്യത 3, LDFിന് തോൽവി, പാലയിൽ ജോസ് കെ മാണിക്ക് ജയം. UDFിന് ഭരണം കിട്ടിയാലും പാലയിൽ ജയിക്കാനായാൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. ഒപ്പം മറ്റൊരു സാധ്യതയുള്ളത് മുന്നണി മാറ്റം എന്ന് പറയുമ്പോൾ LDFിൽ നിന്ന് UDFിലേക്ക് മാറാനുള്ള തൻ്റെ നീക്കമായിരുന്നു ശരിയെന്ന് ബോധ്യപ്പെടുത്താനും ജോസ് കെ മാണിക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കും. വേണമെങ്കിൽ ഈ സർക്കാർ കാലാവധിക്കുള്ളിൽ തന്നെ മുന്നണി മാറ്റ സാധ്യതയുമുണ്ട്. പക്ഷേ മുന്നണി മാറ്റ സാധ്യതയിൽ UDFിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്നത് ഏറ്റവും നിർണായകമാണ്. വലിയ ഭൂരിപക്ഷത്തിലാണ് UDF ജയിക്കുന്നതെങ്കിൽ മുന്നണി മാറ്റ മോഹം അറിയിച്ചാലും
അതിന് കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നീളാനും സാധ്യതയുണ്ട്. UDF ജയം കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെങ്കിൽ മുന്നണി മാറ്റ സാധ്യത ഏറും. ഇനി സാധ്യത 4. LDFനും ജോസ് കെ മാണിക്കും തോൽവിയുണ്ടാകും. LDFന് ഭരണം കിട്ടാതിരിക്കുകയും പാലയിൽ ജോസ് കെ മാണി തോൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാകും ജോസിനെ സംബന്ധിച്ച് ഏറ്റവും കനത്ത തിരിച്ചടി. നേതാവെന്ന നിലയിൽ വലിയ വെല്ലുവിളിയാവും പിന്നീട് ഓരോ നിമിഷവും നേരിടേണ്ടി വരിക. മുന്നണി മാറ്റത്തിനുള്ള തൻ്റെ നീക്കം പൊളിച്ചതാണ് പാർട്ടിയെ ഈ അപകടത്തിലെത്തിച്ചതെന്ന് ഒരു വിഭാഗത്തെ ചിലപ്പോൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ ജോസ് കെ മാണിയുടെ നേതൃശേഷി നിരന്തരം ചോദ്യം ചെയ്യപ്പെടും. മറുപക്ഷത്ത് കേരള കോൺഗ്രസിൽ മോൻസും അബു ജോസഫും കരുത്തരാവുകയും മധ്യ കേരള രാഷ്ട്രീയത്തിലും ക്രൈസ്തവ സഭയ്ക്കിടയിലും ക്രൈസ്തവ രാഷ്ട്രീയത്തിലുമൊക്കെ അവർ കൂടുതൽ കരുത്തരാവുകയും ചെയ്യും. സ്വാഭാവികമായും ജോസ് ദുർബലനാകും. പിന്നീടുള്ള ഓരോ സമയവും പിളർപ്പിനുള്ള സാധ്യത ഡെമോക്രസിൻ്റെ വാൾ പോലെ തലയ്ക്കുമേൽ തൂങ്ങിയാടും. അതിനെ നേരിടുക എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള ശീലം വെച്ച് അത്ര എളുപ്പവുമാവില്ല. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെയും ഇതേ സമയം തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വിശകലനങ്ങളുമായി ദ ഇലക്ഷൻ ചാനൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.